ഈ ക്രിഞ്ച് ബൂമർ അങ്ങനത്തെ വാക്കുകളൊക്കെ പരിചയമുണ്ടോ? ആ ക്രിഞ്ച് അറിയാം. ഹലോ, ഞാൻ ഏത് ജനറേഷൻ എന്നാ ജനിച്ചേ? 2000 ക്രിസ് അല്ല ഡ്രസ്. ഇവിടുത്തെ ജനതയാണ്. സോറി, നോ നോ നോ. പിന്നെ മറ്റേതെന്താ? എന്താ മ്യൂയിങ് അല്ല, അത് നിങ്ങളുടെ അതൊക്കെ 2000. കുഴപ്പമില്ല, പാവൻ ചേട്ടന് വിട്ടേക്ക്. എന്താ നമിതേനെ ആക്ച്വലി ഇപ്പൊ കാണാത്തെന്ന് പലരും ചോദിക്കാറുണ്ടല്ലോ ഈ സിനിമയില്. ശരിക്കും എന്താ ആക്ച്വലി കാണാത്ത? ബേസിക്കലി എനിക്ക് അറിയില്ല. ഇപ്പൊ ഞാൻ എല്ലാ വീക്ക്ലിയും റിലീസുള്ള ഒരു ആളൊന്നും അല്ല ഞാൻ. വിക്രമാദിത്യൻ ആ പടങ്ങളൊക്കെ ചെയ്യുമ്പം ആ ഫിൽമോഗ്രഫി നോക്കി അറിയും. എന്നെ ഏറ്റവും കൂടുതൽ മോൾഡ് ചെയ്ത് എൻ്റെ ഏറ്റവും മോശം വശം മനസ്സിലാക്കി എന്നെ അൺലേൺ ചെയ്യിപ്പിച്ച ഡയറക്ടറാണ് പുള്ളി. ഹീസ് നോട്ട് ജസ്റ്റ് എ ഡയറക്ടർ, പുള്ളി ആക്ടേഴ്സിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളും കൂടിയാണ്. ഈ സെറ്റിലൊക്കെ ദിലീപേട്ടനെ ഭയങ്കരമായിട്ട് എനർജറ്റിക് ആക്കുന്ന ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ കളിച്ച് ചിരിച്ച് ഭയങ്കര ഈസിലി അങ്ങനത്തെ എല്ലാവരുമായിട്ട് ഭയങ്കര സംസാരിച്ച് അങ്ങനെ നടക്കുമായിരുന്നു. നമ്മൾ ആ വൈബല്ല, നമ്മൾ മറ്റേ യോ ബ്രോ ഇസ് ഇറ്റ് ഓക്കേ അങ്ങനത്തെ വൈബാണ്. ആ വൈബാണ്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജയൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. വി ഹാവ് അനിക സുരേന്ദ്രൻ ആൻഡ് നമിത പ്രമോദ്. രണ്ടുപേർക്കും വെൽക്കം. താങ്ക് യു. ഇത്ര നാളത്തെ സിനിമാ ജീവിതം പഠിപ്പിച്ചൊരു പാഠം എന്താ? പേഷ്യൻസ്. പേഷ്യൻസ്. കുറേ കാര്യങ്ങൾ. ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് തൊട്ട് സിനിമയിലുള്ളവരാണ്. അപ്പോൾ ലിറ്ററലി ഞാൻ സിനിമയിൽ എൻ്റെ ഗ്രോയിങ് ഫേസ് മൊത്തം സിനിമയിലായിരുന്നു. അപ്പോൾ പേഷ്യൻസ്, പിന്നെ ഹാർഡ് വർക്ക്, ഗീവ് അപ്പ് ചെയ്യാതിരിക്കുക, വെറുതെ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം മാത്രം പോരാ, സിനിമ ചെയ്യാതിരിക്കുന്ന സമയത്തും അതിനുവേണ്ടി വർക്ക് ചെയ്യണം. അങ്ങനെ കുറേ 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 കാര്യങ്ങൾ പേഴ്സണലി ആസ് വെൽ ആസ് പ്രൊഫഷണലി. എന്തായിരിക്കും? അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ. അങ്ങനെ പിന്നെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ നോട്ട് ഗിവിങ് അപ്പ്. നിങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ടിങ്? ഫ്രണ്ട്ഷിപ്പ് അല്ല, നമുക്ക് പണ്ട് എവിടേക്കോ കണ്ടിട്ടുണ്ട് അല്ലേ? എവിടേക്കോ വെച്ച് കണ്ടിട്ടുണ്ട്. നമ്മൾ കൂടുതൽ സംസാരിച്ചു തുടങ്ങിയത് കപ്പിന്റെ സെറ്റിലായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ചായിരുന്നു. ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിങ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ പ്രാക്ടീസിന്റെ സമയത്ത് കണ്ടു. വി ഇൻസ്റ്റന്റ്ലി വൈബ്ഡ്. അപ്പൊ അങ്ങനെ പോയി. ഈ ശരിക്കും ആദ്യമായിട്ടൊക്കെ ഒപ്പം അഭിനയിക്കുമ്പോ എന്തായിരിക്കും ഈ ആളെ പറ്റിയുള്ള ഇംപ്രഷൻ ഉണ്ടാവുക? അനികനെ പറ്റും അല്ല, പൊതുവെ ഒരാളെ പറ്റിയിട്ടൊക്കെ സാധാരണ ഇപ്പൊ നമ്മളൊരു സ്റ്റാറിന്റെ കൂടെ അഭിനയിക്കുകയാണ്. ആക്ടർ ആവാം, ആക്ട്രസ് ആയിരിക്കാം. നമ്മൾ ഇന്റർവ്യൂവിൽ കണ്ടിട്ടുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ. നമ്മുടെ ഇന്റർവ്യൂവിലും സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു തോട്ട് പ്രോസസ്സിൽ തന്നെ ആയിരിക്കും പോകുന്നത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലരും അതിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. സാധാരണ ആളുകളെ പോലെ നമ്മുടെ സിനിമയിൽ അഭിനയിക്കുക എന്ന് വിചാരിച്ചാൽ വി സീ എവ്രി വൺ ഫോർ മീറ്റിംഗ്സ് ആൻഡ് ഓൾ ദാറ്റ്. പക്ഷെ അല്ലാണ്ട് എല്ലാവരും പോലെ സാധാരണ ആളുകളെ പോലെ തന്നെയാണ് ഇങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്, നല്ല സംസാരിക്കുന്ന വ്യക്തിയായിരിക്കും, അങ്ങനെയൊക്കെ നോർമൽ, വെരി നോർമൽ, സാധാരണ ആളുകളെ പോലെ തന്നെയാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഐ ട്രൈ ടു നോട്ട് ഹാവ് ദാറ്റ് അറ്റ് ഓൾ. ലൈക്ക് ചേച്ചി പറഞ്ഞ പോലെ സിനിമയിലും സിനിമയിലാണെങ്കിലും ഇന്റർവ്യൂസിലാണെങ്കിലും കാണുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ആൾക്കാർ. അപ്പൊ ഞാൻ ഒരു എക്സ്പെക്ടേഷൻസ് ഇല്ലാണ്ടാണ് പോവാറ്. ആൻഡ് ഇഫ് ദേ ആർ വെരി നൈസ് ഐ ബി ലൈക്ക് ഓക്കേ വൗ കൂൾ. അതാണ്. ഓക്കേ, സോ കപ്പ് ഒരു സ്പോർട്സ് ഡ്രാമയാണ്. സ്പോർട്സ് ഡ്രാമയിൽ എന്താണ് നിങ്ങളുടെ രണ്ടുപേരുടെയും റോൾ? കപ്പില് ഞാനൊരു കോച്ചാണ്, ബാഡ്മിന്റൺ കോച്ചാണ്. ആക്ച്വലി ബാഡ്മിന്റനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു സിനിമയാണ്. മാത്യുവിന്റെ ഒരു ഡ്രീമാണ്. ആ ഡ്രീം പെർസ്യൂ ചെയ്യാൻ പോകുന്നു. അപ്പോൾ മാത്യുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ എൻ്റെ ഒരു കോച്ചാണ്, ഇവരെയൊക്കെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഷൂട്ടിൻ്റെ സമയത്ത് ഞാനും അനിക എല്ലാവരും നമ്മൾ ഒരുമിച്ച് ട്രെയിനിങ് ആയിരുന്നു. ബാഡ്മിന്റൺ അല്ലേ, എനിക്ക് അങ്ങനെ ഞാൻ ട്രെയിൻഡ് ആളൊന്നുമല്ല, ട്രെയിൻ പ്ലെയറോ അങ്ങനത്തെ ഒന്നുമില്ല. ബേസിക് നമ്മളുടെ എല്ലാവർക്കും അറിയാവുന്ന പോലെ സ്കൂൾ ടൈമിൽ PT പീരീഡൊക്കെ നമ്മൾ തട്ടിക്കളിക്കാറുണ്ട്. അറിയാം, അത് മിസ് ഔട്ട് ചെയ്യാതെ അടിക്കാൻ അറിയാം, അല്ലാതെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞൂടെ. അങ്ങനെ കോച്ചാണ്. അവർ തമ്മിലുള്ള ഒരു ഇമോഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക, പിള്ളേരെ കൂടുതൽ മോൾഡ് ചെയ്ത് കൊണ്ടുവരിക, അങ്ങനെയൊക്കെയുള്ളൊരു ഡയറക്ടറാണ് എൻ്റെ. സിനിമ ഇപ്പോൾ ബാഡ്മിന്റൺ കോച്ചിങ് സെറ്റായോ? ബാഡ്മിന്റൺ കോച്ചിങ് അല്ല,
കളിക്കാൻ സെറ്റായോ കുറച്ചുകൂടെ? കുറച്ച് അവർ പഠിപ്പിച്ചു. പറഞ്ഞാൽ ബേസിക് റൂൾസ്, നമ്മുടെ ബാറ്റ് കറക്റ്റ് ഹോൾഡ് ചെയ്യേണ്ട രീതികൾ, അവരുടെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ സിനിമയ്ക്ക് ആവശ്യമുള്ളത്. അങ്ങനെ ടെക്നിക്കലി ഭയങ്കരമായിട്ടൊന്നും പഠിക്കാൻ പറ്റില്ല. ഞാൻ വേറെ ഷൂട്ടിന്റെ ഇടയ്ക്കായിരുന്നു, പക്ഷെ കിട്ടിയ സമയത്ത് അവർ മാക്സിമം നമ്മൾ പഠിപ്പിച്ചു. അനിക്ക് എങ്ങനെ എന്താ റോൾ ആക്ച്വലി? എനിക്കും ഇപ്പോൾ നം ചേച്ചീൻ്റെ കോച്ചിങ് എന്താണ് ഇതിൻ്റെ ടീമിൻ്റെ അടിയിൽ വരുന്നതാണ് ഞാനും മാത്യുവും റിയ എല്ലാവരും. അപ്പം ഞാൻ വൺ ഓഫ് ദി പ്ലേയേഴ്സ് ദർ. മാത്യുവിന് സപ്പോർട്ടായിട്ടാണ്. അതാണ് ക്യാരക്ടർ. ഈ ഫസ്റ്റ് നമ്മളോട് ഒരു സിനിമയുടെ ഒരു പുതിയ കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് ഇങ്ങനെ നറേറ്റ് ചെയ്യുമ്പോഴേ എന്താ ശരിക്കും ഉണ്ടാവുന്ന ഒരു ഫസ്റ്റ് ഇംപ്രഷൻ? ഇത് ഞാൻ ചെയ്യണോ? അൺസർട്ടനിറ്റി ഉണ്ടാവും അതിനകത്ത്, ഞാൻ എങ്ങനെ ആയിരിക്കും ഫിറ്റ് ഉണ്ടാവുക എന്നൊക്കെ. കഥ കേൾക്കുന്ന സമയത്ത് എന്നെ അത് എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ടോന്ന്, ഉറക്കം വരാതെ അത് മൊത്തം കേൾക്കുകയാണെങ്കിൽ എനിക്കത് വർക്കബിൾ ആണ്. പിന്നെ നമ്മളൊരു കഥ കേട്ട് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കുറച്ച് ദിവസം, ഒരു വീക്ക് അല്ലെങ്കിൽ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടും ആ സ്റ്റോറി, ആ പ്ലോട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെന്തോ ഒരു എസൻസ് ഉണ്ട്, അത് എവിടെയോ വർക്ക് ആവുന്നു എന്നാണ് അക്കോർഡിംഗ് ടു മീ, എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ കഥ കേട്ട് എനിക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാൻ ചോദിക്കും. ഇപ്പം എനിക്ക് ഇഷ്ടമാവുന്നില്ല, അതെനിക്ക് വർക്ക് ആവുന്നില്ലെങ്കിൽ ഞാൻ ഓപ്പൺലി അവരോട് പറയാറുണ്ട് എനിക്കത് വർക്ക് ആവുന്നില്ല. പക്ഷെ എനിക്ക് വർക്ക് ആവുന്നത് ചിലപ്പം വേറൊരാൾക്ക് വർക്ക് ആവണം എന്നില്ലല്ലോ, ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അല്ലേ. പിന്നെ സിനിമ നമുക്കറിയില്ല, നമ്മൾ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്ത ഒരു ടീം എഫേർട്ടാണ്. ഒരാളുടെ ഒരു ഹാർഡ് വർക്ക് മാത്രമല്ലല്ലോ, ഒരു ടീമിൻ്റെ എഫേർട്ടാണ്. പിന്നെ ഫൈനലി ഓഡിയൻസിലേക്ക് എത്തും. ഇറ്റ്സ് എൻ ആർട്ട്. ഞാൻ എപ്പോഴും സിനിമയിലെ എപ്പോഴും പറയുന്നതാണ്, സിനിമേനെ ഞാൻ ആർട്ട് ഫോം ആയിട്ടാണ് കാണുന്നത്. യെസ്, ബിസിനസ് ഇസ് ഓൾസോ ദെയർ, ബിസിനസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ഫോർ മീ ആസ് എ പെർഫോമർ, സിനിമ ഈസ് ആർട്ട്. ഓക്കെ, സോ കുറച്ച് പെട്ടെന്ന് ചെറിയ സെഗ്മെന്റ് ഉണ്ട്, പെട്ടെന്ന് ആൻസർ പറയണം കേട്ടോ. ഓക്കെ, സോ ഓൺടർപ്രണർ ആയതിനു ശേഷം ആളുകൾ കടം ചോദിക്കുന്ന എമൗണ്ടിന്റെ അളവ് കുറച്ച് കൂടിയിട്ടുണ്ട്? ഇല്ല, എൻ്റെ അടുത്ത് ആരും കടം ചോദിക്കാറില്ല. അറിയില്ല, ഞാൻ കുറച്ച് പിശിക്കാന്ന് പൊതുവെ. അല്ല, കടം ചോദിക്കാറില്ല. ഇല്ല, കടം ചോദിക്കാറുണ്ടോ ആരെങ്കിലൊക്കെ? ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്, പക്ഷെ അത് അങ്ങനെ കടം ലക്ഷങ്ങളൊന്നും അല്ല, ഒരു 50 രൂപയെ കടം ചോദിക്കുന്നത്, അതൊക്കെ കൊടുക്കാൻ നമുക്ക്. ഓക്കെ, ഒരേപോലെയുള്ള സിനിമകൾ ഞാൻ ഒഴിവാക്കേണ്ട എണ്ണം ഭയങ്കര കൂടുതലാണ്. ഒരേപോലെയുള്ള സിനിമകൾ നോട്ട് റിയലി ആക്ച്വലി. അല്ല, അങ്ങനെ കുറേ ഒന്നും നോ പറഞ്ഞിട്ടില്ല സിനിമയിൽ. ഈ പുതിയ തീരങ്ങളുടെ സെറ്റിൽ പട്ടി ഓടിച്ചിട്ടുണ്ട്? പണ്ട് അങ്ങനത്തെ കഥ ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്തോ പറഞ്ഞിട്ടുണ്ടായി. എനിക്ക് തോന്നുന്നു ഞാനും വേണുക്കളും നിവിൻ ചേട്ടനും സിദ്ധാർത്ഥ് ശിവയും ധർമ്മജൻ ചേട്ടനും എല്ലാവരും കൂടെ ഉള്ളൊരു കോമ്പിനേഷനിലാണ്. പക്ഷെ എനിക്ക് ആ കഥ കറക്റ്റ് ഓർമ്മയില്ല. അത് നടന്നൊരു സംഭവം, എന്തോ പട്ടി ഓടിച്ചു, ഞാനും ആക്ച്വലി ഒരു ഡോഗ് ഞങ്ങൾ ഓടിച്ചു. എന്നിട്ട് അത് നിൽക്കുന്നില്ല, ഞാനും ധർമ്മജൻ ചേട്ടനും ഓടുക, അങ്ങനെ എന്തോ ആയിരുന്നു. അത് ഞങ്ങൾ ശരിക്കും ചേസ് ചെയ്തു. No, I don't remember. That was എത്ര വർഷം മുന്നേ, കുറേ വർഷം മുന്നേ നടന്ന സംഭവം. ഇത് നിങ്ങൾക്ക് അവിടെ നിന്ന് എന്റെ പഴയ ഇന്റർവ്യൂ എന്തോ കണ്ടിട്ടുണ്ടോ? അങ്ങനെ എന്തോ ആയിരുന്നു കഥ, ഞാൻ മറന്നുപോയി. ആളുകൾ ഇപ്പോഴും ബേബി അനികാന്ന് വിളിക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യാ? ഐ എം വെരി ഹാപ്പി ഓൺലി വിത്ത് ദാറ്റ്. കാരണം അന്ന് ചെയ്തത് സ്റ്റിൽ ലീവിങ് എൻ ഇംപ്രഷൻ ഇൻ ദെയർ മൈൻഡ്. സോ സന്തോഷം തന്നെ. ഓക്കെ, ഞാൻ സ്വിമ്മിങ് പഠിച്ചത് കുമരകം കായലിൽ നിന്നാണോ? കുമരകം കായലല്ല, അത് വേമ്പനാട് കായലാണ്. അങ്ങനെയല്ല, ഞങ്ങളുടെ അവിടെ ഒരു ആറുണ്ട് കുമരകത്ത്. അപ്പൊ കുമരകം ബേസിക്കലി ബാക്ക് വാട്ടേഴ്സ് ആണല്ലോ. അപ്പൊ അച്ഛൻ കുമരകത്ത് നിന്നാണ്. അപ്പൊ അച്ഛൻ നല്ലോണം സ്വിം ചെയ്യും, നല്ലോണം എത്ര ലെങ്ത്തിൽ വേണമെങ്കിലും സ്വിം ചെയ്യും. അവരുടെ വീട്ടുകാരെല്ലാവരും നന്നായിട്ട് സ്വിം ചെയ്യും. പക്ഷെ എനിക്ക് സ്വിമ്മിങ് അറിയില്ലായിരുന്നു, പേടിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഫിലിമിന്റെ ആവശ്യത്തിന് വേണ്ടി പഠിക്കേണ്ടി വന്നു. അപ്പൊ ബേസിക് കാര്യങ്ങൾ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വീട്ടുകാർ പഠിപ്പിക്കുമ്പോൾ നമ്മളൊന്നും അങ്ങനെ അത്ര മനസ്സ് വെച്ച് പഠിക്കില്ലല്ലോ. അങ്ങനെ ഞാൻ വേറെ ക്ലാസ്സിന് പോയി ചേർന്നു. ബേസിക് കുറച്ച് കാര്യങ്ങൾ അവിടെ മാറ്റുന്നാ പഠിച്ചത്. ടീച്ചർ ആകണം എന്നുള്ള മോഹം ഇപ്പോഴും മനസ്സിലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ടീച്ചിങ് ഇഷ്ടമാണ്. അത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ പഠിച്ചതൊക്കെ അതിന്റെ ബേസിസിലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ വലുതായിട്ട് വലിയ ആഗ്രഹം ഇല്ല. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം ആളുകൾക്ക്, കുട്ടികൾക്ക്. ഇപ്പം എൻ്റെ സിസ്റ്റർക്കൊക്കെ ഇപ്പം നമ്മൾ പഠിച്ച സബ്ജക്റ്റ് ആണെങ്കിൽ മാത്സ് ഒഴിച്ച് ബാക്കിയൊന്നും പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇപ്പം അങ്ങനെ ടീച്ചർ ആവണം എന്നുള്ള, ടീച്ചിങ് ഇഷ്ടമാണ്, പക്ഷെ പ്രൊഫഷനായിട്ട് എടുക്കാൻ ആവശ്യത്തിന് കൂടുതൽ റെസ്പോൺസ്. മല്ലു സിംഗും പ്രണയവും ചെയ്യാനിരുന്ന സിനിമയാണോ? മല്ലു സിംഗും പ്രണയവും
ശരിക്കും ചെയ്യാനിരുന്ന സിനിമയാണോ? ചെയ്യാനിരുന്നല്ല, എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ അപ്പം എനിക്ക് തോന്നുന്നു സിനിമയിൽ ഞാൻ വന്ന സമയത്ത് എന്തോ ചോദിച്ച സിനിമയായിരുന്നു ആൻറ്റോങ്ങിൽ മല്ലു സിംഗ് ചെയ്യുമെന്ന്. അപ്പം എനിക്ക് ബോർഡ്സ് നടക്കുന്ന സമയമായിരുന്നു, ഈ 8th 9th ഒക്കെ എൻ്റെ ബോർഡ്സ് ഉണ്ടാവില്ല, അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ല. നമിത പ്രമോദ് എന്ന ഓണ്ടർപ്രണറിൽ നിന്നും എടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്താ? ഇല്ല, നം ചേച്ചിന്റെ ദിസ് ഹോൾ ഓൺടർപ്രണർ തിങ് ഇസ് സംതിങ് ദാറ്റ് ഐ ലുക്ക് അപ്പ് ടു എ ലോട്ട്. ഐ തിങ്ക് ഇറ്റ്സ് വെരി കൂൾ. കാരണം സിനിമ ചെയ്തിട്ട് ആൻഡ് ദെൻ യു ആർ പുട്ടിങ് ദാറ്റ് മണി ഇൻ ടു സംതിങ് എൽസ്. വെരി കൂൾ. പക്ഷെ ആസ് എൻ ഓൺടർപ്രണർ എന്താണ് എടുക്കുക? അതെന്താണെന്നറിയോ, ഞാൻ ചിരിച്ചു തന്നറിയോ, നമ്മൾ ഒരിക്കലും നമ്മളതിനെ പറ്റി സംസാരിച്ചില്ല. നമ്മൾ ആ വൈബല്ല, നമ്മൾ മറ്റേ യോ ബ്രോ ഇസ് ഇറ്റ് ഓക്കേ അങ്ങനത്തെ ആ വൈബാണ്. അപ്പൊ നമ്മള് ലൈക് ഫ്രണ്ട്സ് പോലെയാ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഭയങ്കര എൽഡർലി ഒരു ചേച്ചി സമ്മർ ടൗൺ തുടങ്ങി ഇങ്ങനെ കഫേ ഉണ്ട്, എപ്പോഴെങ്കിലും വന്നോ? ഓക്കെ ശരി, ഓക്കെ വന്നോ, ഒരു സ്റ്റോറി ഇട്, പോസ്റ്റ് ഇട്, പ്രൊമോട്ട് ചെയ്യോ, ഒന്നുമില്ല. ഇന്ന് ഞാനായിരുന്നു ബ്രാൻഡ് പ്രൊമോഷൻ പഠിപ്പിച്ചു കൊടുത്തിരുന്ന ആൾക്ക്. ഐ ഡോണ്ട് ഇതൊക്കെ എന്ത് ചെയ്യാൻ? Our relationship is not like that. I don't use. എനിക്ക് ഭയങ്കര എംബാരസ്മെന്റ് ആണ് ഒരാളുടെ അടുത്ത് ഫോഴ്സ്ഫുള്ളി ചോദിച്ച് ചെയ്യിപ്പിക്കാതെ. പക്ഷെ ആളുകൾക്ക് ഒരു സംഭവം ഉണ്ടല്ലോ, നമിത പ്രമോദിന്റെ കഫേ, അപ്പൊ ഇന്ന ആളുകളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും ഒക്കെ സെലിബ്രിറ്റീസ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ആരെങ്കിലും വരാറുണ്ടോ കഫേസിൽ? ഇപ്പോ അതെനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ ഞാൻ അവിടെ ഉള്ളപ്പോ എന്നെ മീറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ലൈക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട്. ഇപ്പം ഞങ്ങൾക്കൊരു മേലൊരു ഓഫീസ് സ്പേസ് ഉണ്ട്. അപ്പം ഞാൻ അവിടെ ആയിരിക്കും, അച്ഛനും അവിടെ ആയിരിക്കും. ലൈക്ക് വീക്ക്ലി ഒരു 2-3 ദിവസം ഞാൻ പോവും. അച്ഛൻ ഇസ് ദെയർ ഓൾവേസ്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ആരെങ്കിലും മീറ്റ് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഐ വിൽ ഗോ ആൻഡ് മീറ്റ് ദം, മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല സ്നേഹത്തിൽ സംസാരിക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അത് കൊച്ചിയിൽ നിന്ന് മാത്രമല്ല, തൃശ്ശൂരിൽ നിന്നൊക്കെ വന്നിട്ട്, അങ്ങനെ അങ്കമാലി ആ സൈഡിൽ നിന്നൊക്കെ വന്നിട്ട് കഴിക്കാൻ കാരണവരുണ്ട്. എന്താ ഈ ഓണ്ടർപ്രണർ ആ ടെൻഷൻ എങ്ങനെ ഇപ്പോ ഈ സിനിമയും അതും കൂടെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം? അല്ല, സ്ട്രെസ്ഫുൾ ആണ്. ബട്ട് എനിക്കത് കറക്റ്റ് ഒരു പ്രോപ്പർ ടീമുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമില്ല. അച്ഛൻ ഇസ് മാനേജിങ് സമ്മർ ടൗൺ ഫോർ മറ്റേ മെൻസ് വെയർ, പെപ്രിക്ക. ഐ എം ഹാവിങ് എ പാർട്ട്ണർ. അപ്പോൾ അത് സെഗ്രിഗേറ്റഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് അത്രയും സ്ട്രെസ്ഫുൾ അല്ല. പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തിരുന്നെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ. ഈ പലരും പറയുന്നുണ്ട് എന്താ നമിതേനെ ആക്ച്വലി ഇപ്പൊ കാണാത്തെന്ന് പലരും ചോദിക്കാറുണ്ടല്ലോ ഈ സിനിമയില്. ശരിക്കും എന്താ ആക്ച്വലി കാണാത്ത? അല്ല, ആക്ച്വലി എന്റെ കാളിദാസ് ആയിട്ടുള്ള പടം ഇറങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ലൈക്ക് അത് കഴിഞ്ഞിട്ട് ഐ വാസ് വർക്കിംഗ്. ഒരു 3-4 പടങ്ങൾ റിലീസാവാനുണ്ട്. ഇപ്പോൾ പടങ്ങൾ റിലീസാവാനുള്ള ഒരു പ്രോപ്പർ ഒരു ടൈം ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. ഐ വാസ് വർക്കിംഗ് ഓൺലി. ചോദിക്കാറുണ്ടോ അങ്ങനെ പുറത്തൊക്കെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്താ റിലീസ്, എന്താ പുതിയ പടം, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ബേസിക്കലി എനിക്ക് അറിയില്ല. ഇപ്പം ഞാൻ എല്ലാ വീക്ക്ലിയും റിലീസുള്ള ഒരു ആളൊന്നുമല്ല. ഞാൻ വിക്രമാദിത്യൻ ആ പടങ്ങളൊക്കെ ചെയ്യുമ്പം ആ ഫിൽമോഗ്രഫി നോക്കിയാൽ ഈ വർഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പടം ചെയ്തേക്കുന്നത്. 24 ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത്. മറ്റേ സ്കൂളുള്ള സമയം, കോളേജൊക്കെ ആ ഒരു സമയം ഡ്രോപ്പ് ആ സമയത്തൊക്കെ ഒരു വർഷത്തിൽ 2-3 പടങ്ങളെ ചെയ്തിട്ടുള്ളൂ. അത്രയും ചെയ്തിട്ടുള്ളൂ ഞാൻ. ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ പടം ഈ 2024-23 ഷൂട്ട് കഴിഞ്ഞ് വെച്ചേക്കുന്നത്. ഈ നിങ്ങൾക്ക് ഈ ജോണർ ഉണ്ടല്ലോ, ഈ സ്പോർട്സ് ഡ്രാമ എന്ന് പറഞ്ഞ ജോണർ, നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സ്പോർട്സ് ഡ്രാമ ഏതായിരിക്കും? ആമിർ ഖാൻ, ദംഗൽ. I love that film. The Baag Milka Baag, that's also very nice. So Dangal is like വേറൊരു ഇമോഷൻ. ഫേവറേറ്റ് സ്പോർട്സ്? ദംഗൽ ഇഷ്ടമാണ്. പിന്നെ കിങ് റിച്ചാർഡ്, അതെനിക്ക് അത് കുറച്ചും കൂടി ഇമോഷണൽ കണക്ട് ഉള്ള സിനിമയാണ്. സ്പോർട്സും ഉണ്ട്. എനിക്കൊന്നും ഇപ്പം കപ്പൊക്കെ അങ്ങനത്തെ സിനിമ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സ്പോർട്സ്. ആ ഇമോഷണൽ കണക്റ്റും ആ ഫാമിലി ബോണ്ടും കാണിക്കുന്ന സിനിമയാണ്. കിങ് റിച്ചാർഡ് ഇഷ്ടമാണ്, ദംഗൽ ഇഷ്ടമാണ്, മേരികോം ഇഷ്ടമാണ്. അപ്പം ഞാൻ ഒരു ആഡ് ചെയ്ത സമയത്ത് ഐ വാസ് വർക്കിംഗ് വിത്ത് നിവിൻ പോളി ഫിലിം. It's one of my favorite. 1983. That's considered sports only, no? I love that film. ആഡ് ചെയ്ത സമയത്ത് മേരികോമിന്റെ സിനിമാറ്റോഗ്രാഫർ ആയിട്ട്, she's from Japan basically. I worked with her. I was like, I really like the work. For what is it for? It's for an ad, Santoor. Oh damn. അപ്പോൾ ലൈക്ക് അപ്പോൾ ആ ടീം അടിപൊളിയായിരുന്നു.
ഐ ഫീൽ വെരി ഹാപ്പി. ഈ കപ്പൊക്കെ ചെയ്യുമ്പോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ സ്പോർട്സ് ഡ്രാമയ്ക്ക് ഭയങ്കര ഒരു ഇമോഷൻ ഹോൾഡ് ചെയ്യില്ല, അങ്ങനത്തെ ഒക്കെ ഫീൽ ഉണ്ടായിരുന്നു. മീൻസ് കോച്ചിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ അതിനകത്ത്. എനിക്ക് ഡയലോഗ്സ് ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ സഞ്ജു അത് നറേറ്റ് ചെയ്ത സമയത്ത് പുള്ളി ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ്. കാരണം കോച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മേക്കിംഗ് കുട്ടികളെ ട്രെയിൻ ചെയ്യണം മാത്രമല്ലല്ലോ, അവരെ ഇൻസ്പയർ ചെയ്യുക, ഇമോഷണലി അവരുടെ കൂടെ നിൽക്കുക, അങ്ങനത്തെ കുറേ ആസ്പെക്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ ഡയലോഗ്സ് ഭയങ്കര പവർഫുൾ ആണ്. അതിൻ്റെ ട്രെയിലറിൻ്റെ ലാസ്റ്റും പറക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷിച്ചിറകളാണ് അത്ര ഷട്ടിൽ കോക്കുകളാവുന്നത്. അപ്പം അങ്ങനത്തെ കുറേ ഡയലോഗ്സ് ഉണ്ട്. വെരി ഈ ശരിക്കും പറയാം, സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര അൺസർട്ടനിറ്റി ഉണ്ടാവുമല്ലോ ഒരു ടൈമില്. ഈ നമ്മളെപ്പോൾ സക്സസ് ആവുമെന്ന് അറിയില്ല, എപ്പോൾ കോൺസ്റ്റന്റ് ഇൻകം വരുമെന്ന് അറിയില്ല, എപ്പോൾ നമുക്ക് സൂപ്പർലി ഫെയിം വരും നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ആക്ടർ കടന്നുകൊണ്ടിരിക്കുന്ന മൈൻഡ് പ്രോസസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കുമല്ലോ. മെന്റലി നമ്മൾ ഭയങ്കര പ്രിപ്പയർഡ് ആയിരിക്കണം എന്തിനും വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും എങ്ങനെ ഒരു ആക്ടറായിട്ട് ഈ മെന്റലി എങ്ങനെ ഒരു സിനിമയിലും അതിന്റെ സക്സസും അതിന്റെ ഫെയിലിയേഴ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പോണേ? ഞാനോ? ആക്ച്വലി എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് അറിയാവുന്ന ഒരുപാട് പേരുണ്ട് സ്ട്രഗിൾ ചെയ്യുന്നവർ. ഈ നേരത്തെ പറഞ്ഞ പോലെ അൺസർട്ടൻ ആണ്, ഇത് ആവൂലേ, വേറെ ജോലിക്കും പോകുന്നില്ല, കാശ് എങ്ങനെ വരും, അങ്ങനെയൊക്കെ ആലോചിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഐ ഫീൽ ഐ എം വെരി ലക്കി. കാരണം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാതെ സിനിമയിൽ വന്ന ആളാണ്. പക്ഷേ സിനിമയിൽ നിൽക്കുന്ന പ്രോസസ്സസ് ലൈക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്, ഇത്രയും വർഷം നിൽക്കുക എന്നുള്ളത്. ആസ് എൻ ആക്ടർ എന്നെ ഏറ്റവും കൂടുതൽ മോൾഡ് ചെയ്തെടുത്തത് സിദ്ധാർത്ഥ് ശിവയാണ്. അതൊരു അക്കാഡമിക് കൈൻഡ് ഓഫ് സിനിമയായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല സിനിമകൾ തന്നിട്ടുള്ളത് ലാലു അങ്കിളാണ്, ലാൽ ജോസാണ്, വിക്രമാദിത്യൻ. എനിക്ക് പുള്ളിപ്പുള്ളികൾ മാട്ടിക്കുട്ടി, ആ ഒരു ബ്രേക്ക് എന്ന സിനിമകളെല്ലാം ലാലു അങ്കിളാണ്. പക്ഷെ ആസ് എൻ ആക്ടർ എന്നെ ഏറ്റവും കൂടുതൽ മോൾഡ് ചെയ്ത് എൻ്റെ ഏറ്റവും മോശം വശം മനസ്സിലാക്കി എന്നെ അൺലേൺ ചെയ്യിപ്പിച്ച ഡയറക്ടറാണ് പുള്ളി. ഹീസ് നോട്ട് ജസ്റ്റ് എ ഡയറക്ടർ, പുള്ളി ആക്ടേഴ്സിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പം അതിന്ന് എൻ്റെ പെർഫോമൻസ് ഭയങ്കര മാറിയിട്ടുണ്ട്. സിനിമ ചെയ്യുമ്പോൾ മാത്രമല്ല, എനിക്ക് തോന്നിയത് സിനിമ ചെയ്യാണ്ടിരിക്കുമ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ ആളുകളായിട്ട് എത്രത്തോളം മിങ്കിൾ ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ഒബ്സർവേഷൻ കൂടും. ഒബ്സർവേഷനാണ് ഒരു ആക്ടറിന് ഏറ്റവും കൂടുതൽ വേണ്ടത്. അങ്ങനെ തോന്നിയിട്ടില്ല. സിനിമ ചെയ്യാതിരിക്കുമ്പോഴും നമ്മൾ കോൺസ്റ്റന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഇമോഷണലി. അനിയക്കുണ്ടോ ഒരു മെന്റൽ പ്രോസസ് ഒരു റോളിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന? ഒരു റോളിന് വേണ്ടി അങ്ങനെയൊക്കെ ക്യാരക്ടർ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഒബ്വിയസ്ലി യു വിൽ ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ഇറ്റ് ഈസ്. പിന്നെ ഡയറക്ടറിന് പറയുന്നതും എടുക്കുക. ആൻഡ് ചേച്ചി പറഞ്ഞ പോലെ ഒബ്സർവ് പീപ്പിൾ, അണ്ടർസ്റ്റാൻഡ് ദ സ്ക്രിപ്റ്റ് ആൻഡ് ദ സിറ്റുവേഷൻ ഇറ്റ് ഇസ് ഇൻ. ഈ സെറ്റിലൊക്കെ ദിലീപേട്ടന് ഭയങ്കരമായിട്ട് എനർജറ്റിക് ആക്കുന്ന ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പണ്ട് ഈ സൗണ്ട് ഓഫ് സെറ്റിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് കുറെയൊക്കെ. ശരിക്കും എങ്ങനെ അങ്ങനത്തെ ഒരു കോസ്റ്റാർ ഒക്കെ ഉണ്ട്? ഇപ്പൊ നിവിൻ ചേട്ടനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കോസ്റ്റാർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പണി കുറച്ചുകൂടി എളുപ്പമാകും. അങ്ങനെയല്ല, ഓരോരുത്തർ അവരവരെ പണി ചെയ്യുന്നതേ ഉള്ളൂ. ആദ്യമൊക്കെ ഞാൻ കളിച്ച് ചിരിച്ച് ഭയങ്കര ഈസിലി അങ്ങനത്തെ എല്ലാവരുമായിട്ട് ഭയങ്കര സംസാരിച്ച് അങ്ങനെ നടക്കുമായിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ പ്രോസസ്സ് അങ്ങനെയല്ല. ഞാൻ ആ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത് ആ ഒരു മൂഡിലിരുന്ന് അത് വർക്ക് ചെയ്ത് ഒരുപാട് കോമഡി അടിക്കാൻ ആ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ മാറും. ഇപ്പം ഭയങ്കര ഹാപ്പി സീനൊക്കെ ആണെങ്കിൽ ഞാൻ എല്ലായിടത്തും ഭയങ്കര സംസാരിച്ച് ജോളി ആയിട്ട് നടക്കും. പക്ഷെ അത് കുറച്ച് ചാലഞ്ചിങ് സീനാണെങ്കിൽ ഞാൻ എൻ്റെ സ്പേസിലിരുന്നിട്ട് അത് വർക്ക് ചെയ്യുള്ളൂ. എല്ലാ ആക്ടേഴ്സും ഓൾമോസ്റ്റ് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇതിലെങ്ങനെയാ? ഇതിൽ കോമഡി ഒക്കെ ഉണ്ടോ? ഇതിൽ കോമഡി ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ പോർഷനിൽ അങ്ങനെ കോമഡി ഒന്നുമില്ല. കർക്കശക്കാരി കോച്ചാണോ? ഇല്ല, അവര് നല്ലൊരു കോച്ച്, സോഫ്റ്റ് സ്ട്രിക്റ്റ് പക്ഷെ നൈസ്, ഭയങ്കര എന്താണ് തോട്ട്ഫുൾ കാര്യങ്ങൾ പറയുന്ന ഒരു കോച്ചാണ്. മോട്ടിവേറ്റർ ആണോ? വെരി മോട്ടിവേറ്റിംഗ്, പക്ഷെ വെരി സോഫ്റ്റ് വേ. റിയൽ ലൈഫിൽ മോട്ടിവേഷൻ ഉണ്ടോ? മോട്ടിവേറ്റർ ആണോ? ഉപദേശം ഒന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ആക്ച്വലി എനിക്ക് തോന്നുന്നില്ല. കാരണം ഓരോരുത്തരുടെ ലൈഫ് ഓരോന്നാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്തോരം അഡ്വൈസും മോട്ടിവേഷനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പേഴ്സണലി ഇൻ പേഴ്സൺ എൻ്റെ എക്സ്പീരിയൻസസിൽ നിന്ന് ഞാൻ മോസ്റ്റ്ലി പഠിക്കാറുള്ളൂ. മിസ്റ്റേക്ക് വരുത്തി തന്നെ പഠിച്ചിട്ടുള്ള ആളാണ്. മോട്ടിവേഷനൊക്കെ കേൾക്കാനൊരു രസമാണ്, പക്ഷേ ഇൻ പേഴ്സൺ ഞാനൊരു 2 ദിവസത്തേക്ക് ആ മോട്ടിവേഷൻ ഫോളോ ചെയ്യും. അത് കഴിയുമ്പോൾ ഞാൻ മറന്നു പോകും. ചേച്ചി മോട്ടിവേറ്റ് ചെയ്തില്ലെങ്കിലും the way she is, it is very motivating, honestly. Thank you. Because the fact that you've experienced life and ചേച്ചിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ you'll understand that.
താങ്ക് യു. ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഏറ്റവും വേഴ്സ്റ്റ് ക്രിറ്റിസിസം എന്താ അങ്ങനെയാണെങ്കിൽ? വേഴ്സ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ ക്രിറ്റിസിസത്തിന് തന്നെ 2 ടൈപ്പ് ഓഫ് ക്രിറ്റിസിസം. കൺസ്ട്രക്റ്റീവ് അല്ല, ജസ്റ്റ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്, അങ്ങനത്തെ ക്രിറ്റിസിസം കേട്ടിട്ടുണ്ടോ? അങ്ങനത്തെ നമ്മൾ മൈൻഡിൽ വെക്കാറില്ല. ആക്ച്വലി മൈൻഡിൽ വെക്കാൻ ഇപ്പം നമ്മളെ എന്ത് നല്ല രീതിക്ക് പറഞ്ഞാലും ചിലപ്പോൾ അത് വേറെ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യും. ഇപ്പം ഒരാൾ ധരിക്കേണ്ട വസ്ത്രം അയാളുടെ ലൈക്ക് വാട്ട് എവർ എ പേഴ്സൺ വെയർ, ലൈക്ക് വാട്ട് എവർ ഷീ ഓർ ഹി വെയർസ്, അത് അവരുടെ ഒരു ഇഷ്ടമല്ലേ. ചില ആളുകൾ എന്നിട്ടാലും കുറ്റം പറയുന്നുണ്ടാവും. അങ്ങനത്തെ കുറെ കൈൻഡ് ഓഫ് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ സ്പേസ് ഒക്കെ കാണിക്കാതെ അങ്ങനത്തെ പറയുന്നതൊന്നും ഞാൻ ബേസിക്കലി കേൾക്കാറില്ല, വായിക്കാറുമില്ല. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം മാത്രം നമ്മൾ എടുത്താൽ മതിയല്ലോ, അത് നോക്കാറുണ്ട്. ആളുകൾ അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അല്ലേ എന്തെങ്കിലും ഉള്ള കാര്യമാണോ എടുക്കാറില്ല. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം കേട്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കേട്ടിട്ടുള്ള എന്താ കൺസ്ട്രക്റ്റീവ്ലി? എനിക്ക് എൻ്റെ ബിഗ്ഗസ്റ്റ് ക്രിട്ടീക്ക് ഐ വുഡ് സേ ഇറ്റ്സ് മൈസെൽഫ് ആൻഡ് മൈ മോം. അമ്മയാണ്, അപ്പം എനിക്ക് തോന്നിയില്ലെങ്കിൽ അമ്മയാണ് പറഞ്ഞുതരാം, ഓക്കെ നീ ഇത് ചെയ്തത് ശരിയായില്ല, ഇവിടെ ഇതല്ലായിരുന്നു പറയേണ്ടത്, അഭിനയിച്ചത് ഇവിടെ ശരിയാ. സോ അമ്മ സമാണ് വിചാരിച്ചത്. അപ്പോൾ അമ്മേൻ്റെ ഒരു കണക്കിലാണ് ഞാനിങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സെപ്റ്റംബർ 27 കപ്പ് തിയേറ്ററിൽ റിലീസ് ആവാണ്. പൊതുവെ റിലീസ് ദിവസങ്ങൾ എങ്ങനെ ടെൻഷൻ ഹൈ ആയിരിക്കുമോ? ആദ്യമൊക്കെ എനിക്കുണ്ടായിരുന്നു, ഇപ്പം എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഭയങ്കര സെൻ മോഡാണ്, അങ്ങനെ ടെൻഷനൊന്നുമില്ല. റിലീസായി കഴിയുമ്പോൾ എങ്ങനെയുണ്ട് റിവ്യൂ എന്ന് നോക്കും, അത്രേ ഉള്ളൂ. പിന്നെ ആളുകൾ ഇപ്പം നമ്മുടെ അഭിനയം മോശമാണെന്ന് പറയുകയാണ്, നമ്മുടെ ഡയലോഗ് പ്രസൻറ്റേഷൻ മോശമാണെന്ന് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കിയിട്ട് അത് മനസ്സിലാക്കും. അല്ലാണ്ട് അങ്ങനെ ഇപ്പൊ ഭയങ്കര ടെൻഷൻ അങ്ങനത്തെ ഫേസ് ഒന്നും അല്ല. ഞാൻ കുറച്ചാളെ ഈ PT സാറിന്റെ അവസാനത്തെ ടിസ്റ്റ് ഇല്ലേ, ശരിക്കും നിങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ ടിസ്റ്റ് തിയേറ്ററിലൊക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടാവും? ഞാൻ അൺഫോർച്ചുനേറ്റ്ലി സിനിമ തിയേറ്ററിലല്ല കണ്ടത്. ഞാൻ ഇവിടെ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു കൊച്ചിയിൽ, അപ്പോൾ ഐ കുഡൻ ഗോ സീ ഇറ്റ് ദെയർ. പക്ഷെ അവിടെ നിന്നുള്ള റെസ്പോൺസ് വെച്ചിട്ട് ഭയങ്കര അടിപൊളിയാണെന്നൊക്കെയാണ് ഞാൻ കേട്ടെ. ശരിക്കും എങ്ങനെ ഇപ്പൊ തമിഴിലൊക്കെ സിനിമകൾ വരണതിന് അത് എടുക്കണതിന് എന്തൊക്കെ പ്രൊസീജിയർ അങ്ങനെയൊക്കെ ഉണ്ടോ, പ്രോസസ് ഒക്കെ? തമിഴിലും ഏത് ലാംഗ്വേജ് ആണെങ്കിലും അങ്ങനെ പ്രൊസീജിയർ ആയിട്ടൊന്നുമില്ല. ഞാൻ സ്ക്രിപ്റ്റ് നല്ലതാണെന്ന് കേൾക്കും, കാസ്റ്റും ക്രൂവും സംബഡി ദാറ്റ് ഐ വാണ്ട് ടു വർക്ക് വിത്ത്, എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അങ്ങനെ എടുക്കുന്നേ ഉള്ളൂ. ധനുഷ് സാർ അഭിനയിച്ച് കാണിച്ചാൽ നറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗോൾഡൻ സ്പാരോ കേട്ടിരുന്നോ? ഗോൾഡൻ സ്പാരോ actually I'm just surprised. I don't know. I think nobody sees my Instagram in general. Sorry. എൻ്റെ വിചാരം ആരും കാണാറില്ല ഇതൊക്കെ. സോറി. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ഈ ഒരു പാട്ട് ഹിറ്റ് ആവണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഹിറ്റ് ആവണമെന്നാ പറയാ. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോ ഇങ്ങനെയൊക്കെ ഇല്ലേ, ഒരു സിനിമയുടെ പാട്ട് ഹിറ്റാക്കാൻ എല്ലാവരും അത് റീൽസ് അങ്ങനെയൊക്കെ ഇല്ലേ. നിങ്ങൾ കപ്പിന് എന്തെങ്കിലും വെറൈറ്റി പിടിക്കാറില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ റീൽസ് ചലഞ്ച് ഒക്കെ എല്ലാരും ചെയ്യുന്നില്ലേ ഇപ്പൊ? അപ്പൊ പക്ഷെ കപ്പിന് അങ്ങനത്തെ ഒരു മൂഡ് ഓഫ് അങ്ങനത്തെ പാട്ടുകളും ഒന്നും അങ്ങനത്തെ ടൈപ്പ് അല്ല. ഇപ്പൊ ധനുഷ് സാറിന്റെ ഫിലിം കംപ്ലീറ്റ്ലി വേറൊരു വേൾഡ് ആണ്. അത് ഭയങ്കര ഓവർ ഡ്രമാറ്റിക്, നോട്ട് ഓവർ ഡ്രമാറ്റിക് ബട്ട് ഇൻ ജനറൽ ഇറ്റ്സ് എ ബിഗ് വേൾഡ്. ഇതങ്ങനെയല്ല, ഇതൊരു ചെറിയ ഒരു ഇതിൽ നടക്കുന്ന, അപ്പൊ അതിന്റെ ഒരു നീഡില്ല ഇവിടെ. അതൊക്കെ കാണാറുണ്ടോ പ്രൊമോഷൻസ് പരിപാടികളൊക്കെ, വെറൈറ്റി കൈൻഡ് ഓഫ് പ്രൊമോഷൻസ് ഒക്കെ? അത് സോഷ്യൽ മീഡിയയിൽ അല്ലാതെ പോപ്പപ്പ് ചെയ്ത് വരില്ലേ അങ്ങനെ എന്തെങ്കിലും വ്യൂസ് ഉള്ളതൊക്കെ? ഞാൻ റീൽസ് ഒക്കെ നോക്കാറുണ്ട്. ഞാൻ ഭയങ്കര റീൽ അഡിക്റ്റ് അല്ല, ഞാൻ കൂടുതൽ എന്താണെന്നറിയോ കുക്കിംഗ് റീലാണ് കാണാറ്. Yeah, even I watch a lot of and have you seen satisfying cleaning videos? കുക്കിംഗ് മറ്റേ ലോ കാലറിയിൽ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാം, എയർ ഫ്രയറിലൊക്കെ വെച്ചിട്ട്. ഞാനൊരു എയർ ഫ്രയർ മേടിച്ച് വെച്ചത് കണ്ടിട്ട് എനിക്കറിയില്ല, പക്ഷെ അങ്ങനത്തെ വീഡിയോസ്, പിന്നെ ഈ പോഡ്കാസ്റ്റ് എന്തെങ്കിലും അങ്ങനത്തെ കുക്കിംഗ് വീഡിയോസ് കൊള്ളാം, അത് രസമുള്ള. ലോ കലോറി ഷേക്സ്, നമുക്ക് ആ ചിക്കനൊക്കെ ഇടുമ്പോ തന്നെ കൊതിയാവും. അങ്ങനെ കൊള്ളാം, നല്ലൊരു. പിന്നെ മുളക് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാം, നല്ല ചോറും ഇങ്ങനെയൊക്കെ. ഒരു ഐ തിങ്ക് ഒരു അമ്മൂമ്മ പറയുന്നുണ്ട് ചമ്മന്തി അരക്കുന്നതും വെരി വെരി സാറ്റിസ്ഫൈങ്. അവരെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും നല്ല മുളക് നല്ല ചൂട് ചോറുമായിട്ട് എങ്ങനെ കഴിക്കാം, അങ്ങനത്തെ. ഈ ക്രിഞ്ച് ബൂമർ അങ്ങനത്തെ വാക്കുകളൊക്കെ പരിചയമുണ്ടോ? ക്രിഞ്ച് അറിയാം. ഹലോ
ഏത് ജനറേഷൻ അത് ന്യൂ ജനറേഷൻ വാക്കുകളല്ലല്ലോ. അല്ലല്ല, ആക്ച്വലി സോഷ്യൽ മീഡിയ ആരും ചോദിച്ചപ്പോ അതാ പൊതുവെ സെൻമോഡ് ആകുമ്പോഴത്തേക്ക് അങ്ങനത്തെ സാധനങ്ങൾ ഈ cringe- ജെൻമോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ജെൻമോഡല്ല. ഞാൻ പറഞ്ഞ അന്നത്തെ ദിവസം എനിക്ക് അങ്ങനെ ഭയങ്കര ഹറിബറി അങ്ങനത്തെ ടെൻഷനൊന്നും ഇല്ല. ഇങ്ങനെ ഓക്കെ വേർഡ്സ് ഒക്കെ അറിയാം നമ്മ ചേച്ചിക്ക്. അതൊക്കെ എന്നാ ജനിച്ചേ? 2004. 2000 2000 ഞാൻ കുറച്ച് വാക്ക് അങ്ങോട്ട് ചോദിക്കാം. ഞാൻ പറഞ്ഞായിരുന്നല്ലേ. ഇങ്ങനെ ആക്കിയപ്പോ എന്തോ ഒരു വാക്ക് പറഞ്ഞില്ലേ? മ്യൂയിങ് എന്താ? മ്യൂയിങ് എന്ന് പറഞ്ഞല്ല. റിസ് എന്താ? റിസ് ഡ്രസ് ക്രിസ് അല്ല ഡ്രസ്. ഇവിടുത്തെ ജൻസിയാണ്. സോറി നോ 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 കൊറിയനാ. ഇതെന്താ കൊറിയൻ നൂഡിൽസ് എന്നൊക്കെ പറഞ്ഞു? എന്താ ശരിക്കും റിസ് എന്ന് പറയുമ്പോ കെറിസ്മയ്ക്ക് ഒരു ഷോർട്ട് ഫോം പോലെയാണ് റിസ്. ഓക്കെ ആസ് ഇൻ ലൈക്ക് കരിഷ്മ. ഓ മനസ്സിലായി. അപ്പോ അതിനാണ് ഒരു ഇൻസ്റ്റഗ്രാം ലാംഗ്വേജ് ആണ് ബേസിക്കലി. എങ്ങനെ എക്സ്പ്ലെയിൻ എന്താ പറയാത്തെന്താ? ഞാൻ ഇങ്ങനത്തെ ഇതില് ഞാൻ അതാണ് പിന്നെ മറ്റേതെന്താ? എന്താ മ്യൂയിങ് ഇങ്ങനെ ആക്കുമ്പോ പൗട്ടിങ് അല്ലേ? അല്ല, അത് നിങ്ങളുടെ 2000 മ്യൂയിങ് മ്യൂയിങ് അവസാനം അത് ഞാൻ ഇപ്പഴാ പഠിച്ച. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിരിക്കും നല്ലത്. ഇങ്ങനെ അതെന്തോ ജോണ്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. സോറി, കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആവാൻ ഞാൻ അടുത്ത പ്രാവശ്യം ഇൻഅപ്രോപ്രിയേറ്റ് ഒന്നും അല്ലല്ലോ. ഓക്കെ, ഞാൻ അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയിട്ട് എന്നിട്ട് ജെൻസി ഇത് സ്വന്തമായിട്ട് വിളിച്ചാ ഞാൻ ജെൻസി ആണെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇൻ ബിറ്റ്വീനാ. ഓക്കെ, 2000 ആണെങ്കിൽ 100% ജെൻസിയാണ്. അല്ലല്ല, 2000 ബോൺസ് എപ്പോഴും ഭയങ്കര പ്രിവിലേജ്ഡ് ആണെന്ന് പറയാ. അവർക്ക് 90s എൻ്റെ എല്ലാ സംഭവങ്ങളും അവരനുഭവിച്ചിട്ടുണ്ട്. ജെൻസിയുടെ എല്ലാ ഈ പറഞ്ഞ ഗുണങ്ങളും അവർക്ക് ഉണ്ടാവും എന്നാണ് അതിൻ്റെ ഒരു ഇത്. ഞങ്ങൾ GTA Vice City ലാസ്റ്റ് ജനറേഷൻ കളിക്കുന്നത് ഞങ്ങളാണ്. വിൻഡോസ് എക്സ്പിയുടെ ലാസ്റ്റ് ജനറേഷൻ, GTA Vice Cityന്റെ ലാസ്റ്റ് ജനറേഷനോ? ലാസ്റ്റ് ഒക്കെ ഇപ്പൊ GTA Vice City ഇല്ലേ? GTA Vice City എന്ന് അറിയില്ലേ? ഓ വൈസ് സിറ്റി. ആ അങ്ങനെ. അപ്പൊ ഞാനും കളിച്ചിട്ടുണ്ടല്ലോ അത്. GTA Vice City മറ്റേ ഞാൻ 2004 ആണല്ലോ. 4 വർഷം കൊണ്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. കുഴപ്പമില്ല, പാവൻ ചേട്ടനെ വിട്ടേക്ക്. അടുത്ത ചോദ്യം ചോദിച്ചു. അല്ലല്ല, ഞാൻ കൺക്ലൂഡ് വൈൻഡ് അപ്പ്. ഓക്കെ, താങ്ക് യു. സോ 27th സെപ്റ്റംബർ കപ്പ് തിയേറ്ററിലേക്ക് എത്താണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ഫോർ ദ ടൈമിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.